കുക്കറിൽ വളരെ ഈസിയായി ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി നമുക്ക് ആദ്യം തന്നെ റൈസ് തയ്യാറാക്കാം. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക ചേർത്ത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിൽ വെള്ളമൊഴിച്ച് ഉപ്പും ഇത്തിരി ചെറുനാരങ്ങാ നീരും ചേർത്തിളക്കുക. കഴുകി ഊറ്റി വെച്ച റൈസ് വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഇടാം. കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് ആദ്യം തന്നെ ഉള്ളി പൊരിച്ചെടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് ഗ്രാമ്പു, പട്ട, പെരുംജീരകം ഇട്ട് കൊടുക്കും. ഉള്ളിയും ചേർത്ത് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വന്ന ഉള്ളിയിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി അതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളം വറ്റിയതിനു ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചതും നാരങ്ങാ നീരും തൈരും ചേർത്ത് ഇളക്കുക. ഉപ്പും കൂടെ ചേർക്കണേ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും അതിലേക്കിടാം. നേരത്തെ മാറ്റി വെച്ച് ഫ്രൈ ചെയ്ത ഉള്ളി നന്നായി കൈ കൊണ്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ബിരിയാണി മസാല, ഗരം മസാല ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ബിരിയാണി നമുക്ക് ദമ്മിടാം. നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുത്ത് ഉള്ളി ഫ്രൈ ചെയ്തതും ഓയിലും ചേർത്ത് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്ത് ഒനിയൻ ഫ്രൈയും മല്ലിയിലയും അവസാനമായി ബിരിയാണി മസാലയും ചേർത്ത് മുകളിൽ ഓയിലും ചേർത്ത് കുക്കറിൻ്റെ വിസിലൂരി അടച്ചു വെച്ച് വേവിക്കാം. ഇരുപത് മിനിറ്റിന് ശേഷം ആവി വന്നാൽ അസൽ കുക്കർ ബിരിയാണി റെഡി.